الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم وفقنا للعلم النافع والعمل الصالح، واغفر لنا ذنوبنا وارحمنا برحمتك يا أرحم الراحمين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും ഹദീസ് നിദാന ശാസ്ത്രം ഉസൂലുൽ ഹദീസ് പഠിക്കുവാൻ വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഉസൂലുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല തവണ വിശദീകരിച്ചതാണ്. അതായത് ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, ആ തത്വങ്ങൾ പ്രകാരം ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ രണ്ടാം പ്രമാണം ഹദീസാണ്. ഹദീസ് പ്രമാണമാകണമെങ്കിൽ എന്തു വേണം? സഹീഹായിരിക്കണം. സഹീഹായ ഹദീസാണ് നമ്മുടെ പ്രമാണം. ഖുർആനിൻ്റെ വിഷയത്തിൽ അങ്ങനെ പറയേണ്ടതില്ല. കാരണം നാം പാരായണം ചെയ്യുന്ന ഖുർആൻ നമ്മിലേക്ക് എത്തിപ്പെട്ടത് നിസ്സംശയം മുതവാത്തിറായ വിശ്വാസയോഗ്യമായ പരമ്പരകളിലൂടെയാണ് നമ്മിലേക്ക് എത്തിപ്പെട്ടത്. ഖുർആനിൻ്റെ പരമ്പരകളുടെ പ്രത്യേകത മുതവാത്തിറത്ത് എന്നാണ്. അതായത് കൂട്ടം കൂട്ടമായി നമ്മിലേക്ക് എത്തിപ്പെട്ട പരമ്പരകളാണ് ഖുർആനിൻ്റെ പരമ്പരകൾ. മനസ്സിലായല്ലോ? ഖുർആൻ പാരായണങ്ങളുടെ പരമ്പരകൾ ഖിറാഅത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഹിജ്റ 833 മരണപ്പെട്ട ഇമാം ഷംസുദ്ദീൻ ഇബ്നുൽ ജസരിയുടെ ഗ്രന്ഥമായ അൻ-നശ്ർ ഫിൽ ഖിറാഅത്തിൽ അശ്ർ, അതിൽ 10 ഖിറാഅത്തുകളുടെയും പരമ്പരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരമ്പരകളെല്ലാം വിശ്വാസയോഗ്യമാണെന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഖിറാഅത്തുകൾ ഖുർആനിൻ്റെ വിഷയത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എന്തില്ല? തർക്കമില്ല. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിഭാഗവും ഈ കോപ്പിയാണ് കൂടുതൽ ശരി, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോപ്പി ശരിയല്ല, എല്ലാവരും വായിക്കുന്ന ഖുർആൻ ഒന്നാണ്. എന്നാൽ വ്യത്യസ്ത പാരായണങ്ങളുണ്ട്, അതും മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ഉദാഹരണമായി അൻ-നശ്റു ഫിൽ ഖിറാഅത്തിൽ അശ്ർ എന്ന ഗ്രന്ഥം 10 ഖിറാഅത്തുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം തെറ്റാണെന്നോ ഈ ഗ്രന്ഥത്തിലുള്ളത് സ്വീകരിക്കാൻ പറ്റില്ല എന്നോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എന്തില്ല? തർക്കമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ച, എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിച്ച ഗ്രന്ഥമാണ് ഖിറാഅത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. എന്നാൽ ഹദീസ്, പ്രിയമുള്ളവരെ, സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ചില നിബന്ധനകളുണ്ട്. ഹദീസ് സഹീഹായിരിക്കണം. സഹീഹായ ഹദീസാണ് നമ്മുടെ പ്രമാണം. ഒരു വിഷയത്തിൽ ഹദീസ് തെളിവാകണമെങ്കിൽ, ഹുജ്ജത്താകണമെങ്കിൽ എന്ത് വേണം? ഹദീസ് സഹീഹാണ് ആകണം. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. അതായത് ഹദീസ് സഹീഹാകണം എന്ന് പറഞ്ഞാൽ പോരാ, സഹീഹാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? നമ്മുടെ നാട്ടിലൊക്കെ പ്രബോധകരാകട്ടെ, സാധാരണക്കാരാകട്ടെ, ഈ ഒരു വിഷയം കൂടുതലായി പഠിക്കുന്നില്ല. എന്നാൽ കോളേജുകളിലും അതേപോലെ പണ്ഡിതന്മാരുടെ ദർസുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദഅ്വ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകർ ഇതിൻ്റെ തുടക്കക്കാർ പഠിക്കുന്ന നിയമങ്ങളെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം.
അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റവും ചെറിയ ഒരു കൃതിയാണ് അല്ലമ ബൈഖൂനി റഹിമഹുല്ല എഴുതിയ അൽ ബൈഖൂനിയ എന്ന കവിത. 34 വരികളുള്ള വളരെ ചെറിയ ഒരു കവിതയാണ്. അതായത് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ്. അതിൻ്റെ വളരെ ഫലവത്തായ ഒരു ഷർഹാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹിമഹുല്ല എഴുതിയ അത്തഅലീഖാത്തുൽ അസരിയ അലൽ മൻദൂമത്തിൽ ബൈഖൂനിയ. ഇതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രമം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് എന്താണ്? ഉള്ളവരെ സഹീഹായ ഹദീസിന്റെ ഡെഫിനിഷൻ, നിർവചനം, അതിനെക്കുറിച്ചായി നാം വിശദമായി പഠിച്ചത്. നാം വളരെ ചുരുക്കി പുതിയ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സഹീഹായ ഹദീസ് നിർവചനം എന്താണ്, ആ നിർവചനം മാത്രം വായിച്ച് നാം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹീഹായ ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹീഹായ ഹദീസ് എന്താണ് അതിന്റെ നിർവചനം, അഥവാ ആ നിർവചനത്തിൽ അടങ്ങിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് പറയുന്നു, അസ്സഹീഹു ഹുവൽ ഹദീസുല്ലദി ഇത്തസല സനദുഹു. ഒന്നാമത്തെ നിബന്ധന എന്താണ്? സനദ് കണ്ണിമുറിയാതെ പരസ്പരം ചേർന്ന് കിടക്കുന്ന പരമ്പരയുള്ള ഹദീസാകുന്നു സഹീഹായ ഹദീസ്. അൽ ഹദീസു ഹുവൽ ഹദീസുല്ലദി ഇത്തസല സനദുഹു. സനദ് മുത്തസിലാണെന്ന് പറയും, കണക്റ്റഡ് ആണ്. അത് എന്നറിയാം, കണ്ണിമുറിയാത്ത പരസ്പരം ചേർന്ന് കിടക്കുന്ന, അവസാനം വരെ ചേർന്ന് കിടക്കുന്ന സനദിലുള്ള ഹദീസാകുന്നു സഹീഹായ ഹദീസ്. ബി നഖ്ലിൽ അദ്ലി ദ്വാബിത്ത് അൻ മിസ്ലിഹി. ആര് ഉദ്ധരിച്ച, എന്താ നഖ്ൽ എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച, ആരുദ്ധരിച്ച ഹദീസായിരിക്കണം? അൽ അദ്ൽ. ഉദ്ധരിച്ച റാവിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? സവിശേഷത അദ്ലായിരിക്കണം. അദ്ൽ എന്ന വാക്കിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ 2 സവിശേഷതകളുള്ള വ്യക്തിയാണ് അദ്ൽ. ഒന്ന്, തഖ്വയുള്ള ആളായിരിക്കണം, അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായിരിക്കണം. രണ്ടാമത്തെ സവിശേഷത എന്താണ്? മുറൂഅത്തുള്ള ആളായിരിക്കണം, മാന്യനായിരിക്കണം. മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 2 സവിശേഷതകളുള്ള ആളാണ് അദ്ൽ. അപ്പോൾ നല്ല ഒരു മുത്തഖിയായ സാലിഹായ ഒരു മനുഷ്യനായിരിക്കണം എന്ന് ചുരുക്കം. ഇതിനെന്ത് പറയാ? അദ്ൽ, അദാലത്തുള്ള ആളായിരിക്കണം എന്ന് പറയും. രണ്ടാമത്തെ സവിശേഷത എന്താണ്? ബി നഖ്ലിൽ അദ്ലി അദ്ദാബിതി. അതായത് നല്ല തഖ്വയുള്ള ആളാണ്, പക്ഷെ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ ദുർബലതയുണ്ട്. സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. അതിനെ പറയാം ദാബിത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് ദബത്തിന്റെ വിഷയം. അവയിൽ 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ അടങ്ങിയതാണ് ദബത്ത്. ഒന്ന്, ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ കൃത്യത, അതായത് നല്ല അവഗാഹത്തോടെ ഹദീസ് മനഃപ്പാടമാക്കുന്ന, ഹൃദയസ്ഥമാക്കിയ ആളായിരിക്കണം. അതേപോലെ ഹദീസ് കുറിക്കുന്ന വിഷയത്തിൽ, ഹദീസ് രേഖപ്പെടുത്തുന്ന വിഷയത്തിലും കൃത്യത വേണം. അപ്പോൾ ദബത്ത് എന്ന് പറയുന്നത് കൃത്യതയാണ്, പെർഫെക്ഷനാണ്. ഏത് വിഷയത്തിൽ? 2 കാര്യങ്ങളിൽ. ഒന്നെന്താണ്? ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ. 2, ഹദീസ് എഴുതി രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ. ഒരാൾ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ വലിയ പണ്ഡിതനാണ്, പക്ഷെ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ ദുർബലനാണ്. അങ്ങനെയുള്ള ഒരു റാവി, വലൈക്കും സലാം, അങ്ങനെയുള്ള ഒരു റാവി ഹദീസിൻ്റെ പരമ്പരയിൽ ഉണ്ടെങ്കിൽ ഹദീസ് എന്താണ്? ദുർബലമാണ്. നാം മനസ്സിലാക്കണം. അതായത് വളരെ സൂക്ഷ്മതയാണ് സുബ്ഹാനല്ലാഹ് മുഹദ്ദിഥീങ്ങൾ പുലർത്തിയിട്ടുള്ളത്. അത്രക്കും സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് നമ്മിലേക്ക് സുബ്ഹാനല്ലാഹ് ഹദീസുകളൊക്കെ എത്തിപ്പെട്ടത്. ഇപ്പോൾ സഹീഹുൽ ബുഖാരിയിലേക്ക് ഇമാം ബുഖാരി, എന്തുകൊണ്ടാണ് ഇമാം ബുഖാരി കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നത്? സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി അത്രക്കും കണിശതയോടെയാണ് കാര്യങ്ങളൊക്കെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് കണിശമായ നിബന്ധനകളിലൂടെ, സൂക്ഷ്മമായ നിബന്ധനകളിലൂടെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അപ്പോൾ സഹീഹ് മുസ്ലിമിൽ വിമർശനത്തിന് വിധേയരായ റാവിമാർ കൂടുതലായിട്ടുണ്ട്. ഏതിനേക്കാൾ കൂടുതൽ? സഹീഹുൽ ബുഖാരിനേക്കാൾ കൂടുതൽ.
എന്നാൽ സഹീഹുൽ ബുഖാരി അത്രക്കും അദാലത്തും ദബത്തുമുള്ള റാവിമാരാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഏതിനെയാണ് മുന്തിപ്പിച്ചത്? സഹീഹുൽ ബുഖാരിനെ. അതിനുശേഷമാണ് ഏതിൻ്റെ സ്ഥാനം? സഹീഹ് മുസ്ലിമിൻ്റെ സ്ഥാനം. ഒന്നുകൂടി നമുക്ക് ഈ താരീഫിലേക്ക് പ്രവേശിക്കാം, നിർവചനത്തിലേക്ക്. എന്താണ് സഹീഹായ ഹദീസിൻ്റെ നിർവചനം? എന്താണ്? ഹുവൽ ഹദീസുല്ലദി ഇത്തസല സനദുഹു, മുത്തസിലായിരിക്കണം. 1. 2 ബിനഖ്ലിൽ അദ്ലി, അദാലത്തുള്ള ആള് ഉദ്ധരിച്ച ഹദീസായിരിക്കണം. എന്താ അദാലത്ത് എന്ന് പറഞ്ഞാൽ? നേരത്തെ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ തഖ്വയും മാന്യതയുമുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബിനഖ്ലിൽ അദ്ലി, അദ്ലായിരിക്കണം, വാബിത്തായിരിക്കണം. ഹദീസ് മനഃപ്പാഠമാക്കുന്ന കാര്യത്തിലും രേഖപ്പെടുത്തുന്ന കാര്യത്തിലും എല്ലാ അവഗാഹവും കൃത്യതയുമുള്ള ആളായിരിക്കണം. അൻ മിസ്ലിഹി, എന്താ അർത്ഥം? അയാളെപ്പോലെയുള്ള റാവിയിൽ നിന്നായിരിക്കണം ഉദ്ധരിച്ചത്. അതായത് ശിഷ്യനും ഉസ്താദും രണ്ടുപേരും, വിദ്യാർത്ഥിയും ഉസ്താദും ഇരുപേരും എന്തായിരിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയ ആൾക്കാരായിരിക്കണം. അതായത് അദിലായിരിക്കണം, വാബിത്തുമായിരിക്കണം. അത് റാവിയാകട്ടെ ഷെയ്ഖാകട്ടെ. ശരി. ഇലാ മുൻതഹാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം സനദിൻ്റെ അങ്ങേ അറ്റം വരെ, അവസാനം വരെ ഇങ്ങനെയായിരിക്കണം അതിൻ്റെ അവസ്ഥ. അതായത് ഹദീസിൻ്റെ സനദിൽ മുഴുവനും, അതായത് ആ സനദിലുള്ള എല്ലാ റാവിമാരും അദുലുമായിരിക്കണം, വാബിത്തുമായിരിക്കണം. എല്ലാ റാവിമാരും ഉഷാറാണ്. ഒരു റാവി മാത്രം വഈഫാണെന്ന് വിചാരിക്കുക, ഹദീസ് എന്തായി? വഈഫായി. ഇത് മനസ്സിലാക്കണം. അതായത് അൽ ഇസ്നാദു, നാം തുടക്കത്തിൽ പഠിച്ച ഈ ക്ലാസിൻ്റെ ആരംഭത്തിൽ പഠിച്ച കാര്യം എന്താണ്? അൽ ഇസ്നാദു മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണെന്ത്? ഇസ്നാദ്. മറ്റുള്ള സമുദായങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? തൗറാത്തും ഇഞ്ചീലും ഒക്കെ അടിസ്ഥാനപരമായി തൗറാത്തും ഇഞ്ചീലും അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ ഈ തൗറാത്തും ഇഞ്ചീലും സൂക്ഷിക്കപ്പെട്ടില്ല. അള്ളാഹു അതിനെ സൂക്ഷിക്കാൻ ഏറ്റെടുത്തിട്ടുമില്ല. ഖുർആനിൻ്റെ അവസ്ഥ എങ്ങനെയല്ല? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പല നിലക്കും വിശുദ്ധ ഖുർആനിനെ, അതേപോലെ തിരുസുന്നത്തിനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദിക്ർ എന്ന വാക്കിൽ എന്തൊക്കെ പെട്ടു? ഖുർആനും പെട്ടു, ഹദീസും പെട്ടു. അപ്പോൾ ഹദീസ് സൂക്ഷിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിരുന്നു എന്ത്? ഇസ്നാദ്. അതേപോലെ ഖുർആനിൻ്റെ പരമ്പരകൾ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യേണ്ടതില്ല, കാരണം അത്രക്കും കൃത്യമായ പരമ്പരകളാണ്. ഇപ്പം നമ്മൾ പാരായണം ചെയ്യുന്ന റിവായത്ത് ആരുടെ റിവായത്താണ്? ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ് ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ ഈ കാലഘട്ടത്തിൽ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, വേറെ റിവായത്ത് പ്രകാരമായിരുന്നു. ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ് നാം പാരായണം ചെയ്യുന്നത്. ഇമാം ഹഫ്സ് അതിന് റിവായത്ത് എടുത്തു ആസിമിൽ നിന്ന്. ഇമാം ആസിം അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്ന താബിഈ പണ്ഡിതനിൽ നിന്ന്. അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്ന താബിഈ പണ്ഡിതൻ സയ്യിദ് ഇബ്നു സാബിത്ത്, അലി ഇബ്നു അബി താലിബ് പോലെയുള്ള പ്രഗത്ഭരായ സഹാബികളിൽ നിന്ന്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജിബ്രീൽ അൻ റബ്ബിൽ ഇസ്സ. ഇത്രക്കും വളരെ പരിശുദ്ധമായ പരമ്പരകളാണ് നമ്മുടെ ദീനിൻ്റെ പ്രമാണങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങേ സനദിൻ്റെ അവസാനം വരെ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തുചേരണം. മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ലത്തിൻ, അതായത് ഹദീസിൻ്റെ പരമ്പരക്ക് എന്ത് പാടില്ല, അല്ലെങ്കിൽ മത്നിന് എന്ത് പാടില്ല? ശുദൂദ് പാടില്ല, ഇല്ലത്ത് പാടില്ല. ശുദൂദ് എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യരായ റാവിമാർ കൂടുതലുണ്ടാകുമ്പോൾ അവർക്കെതിരെ ഒരു വിശ്വാസയോഗ്യനായ ഒരു റാവി എതിരായി റിവായത്ത് ചെയ്താൽ എന്ന് പറയും? ഷാദ്, ശുദൂദ് എന്ന് പറയും. അതേപോലെ തന്നെ സൂക്ഷ്മമായ ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല, ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. ഹദീസിൻ്റെ ബാഹ്യമായി നാം പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ എല്ലാ റാവിമാരും ഉഷാറാണ്. പക്ഷേ അതിൽ സൂക്ഷ്മമായ ഇല്ലത്തുണ്ടാവും. എന്താണ്? കണ്ണി മുറിഞ്ഞതായിരിക്കും.
എന്ന് പറഞ്ഞാൽ രണ്ട് റാവിമാരും നാം സങ്കല്പിക്കുക, രണ്ട് റാവിമാർ പരസ്പരം എന്താണ്, നാം അവരെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് റാവിമാരും വിശ്വാസയോഗ്യരാണ്. പക്ഷേ ഈ റാവിമാർ തമ്മിൽ എന്തില്ല, ബന്ധമില്ല. അതായത് ഉസ്താദും ശിഷ്യനുമല്ല. അപ്പം അതുകൊണ്ടാണ് ഇല്ലത്തുണ്ടാകാൻ പാടില്ല, അതേപോലെ ഷാദാകാൻ പാടില്ല. അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. സഹീഹായ ഹദീസിന് ഉദാഹരണം എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് തൂർ പാരായണം ചെയ്തു എന്ന ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്. ഹദീസ് വായിക്കുമ്പോൾ അതിൻ്റെതായ എന്താണ് രീതിയുണ്ട്. ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്, ഇമാം ബുഖാരി പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്ത ഉദ്ധരിക്കാൻ ഏറ്റവും കൂടുതൽ കെൽപ്പുള്ള അറിവുള്ള പണ്ഡിതനായിരുന്നു ആര്? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്. മിൻ അസ്ബത്തിൻ നാസി ഫി മുവത്ത മാലിക്. ഖാല അഖ്ബറനാ മാലിക്കുൻ. ഇമാം അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് തിന്നീസി പറയാണ്, ഇമാം മാലിക് നമുക്ക് പറഞ്ഞു തന്നു. ഇമാം മാലിക് ആരാണ്? ഇമാമു ദാരിൽ ഹിജ്റ, മദീനവാസികളുടെ ഇമാമാണ്. 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിൻ്റെ മാലിക്കി മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം മാലിക്. അൻ ഇബ്നു ശിഹാബിൻ, പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ ഇമാം മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് അസ്സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം അൻ അബീഹി. ഈ പറഞ്ഞ സനദിലുള്ള റാവിമാരെല്ലാവരും വിശ്വാസയോഗ്യരാണ്, പരസ്പരം ഹദീസ് കേട്ട് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഹീഹായ ഹദീസിൻ നിർവചനം വായിക്കുകയും അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നാം പഠിച്ചു. അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ വിഷയം അൽ ഹദീസുൽ ഹസൻ, ഹസനായ ഹദീസ്. സഹീഹായ ഹദീസിന് തൊട്ട് താഴെയുള്ള ഒരു മർത്തബയാണ് അൽ ഹദീസുൽ ഹസൻ. അതായത് സ്വീകാര്യമായ ഹദീസാണ്, പക്ഷെ സഹീഹായ ഹദീസിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ദുർബലമായ വഈഫായ ഹദീസും അല്ല. നമുക്ക് അല്ലമ ബൈഖൂനിയുടെ ആ ഒരു ഭാഗം വായിക്കാം. സ്ക്രീനിലുണ്ടോ? ഉണ്ട്. പുസ്തകം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഈ ഇത് എഡിഷൻ വ്യത്യാസത്തിൻ്റെ പേജ് നമ്പർ പറയാനാണ്. ഹസനായ ഹദീസിൻ്റെ 23 23ാമത്തെ പേജ് നോക്കി കേട്ടോ. അല്ലാമ ബൈഖൂനി, നാം പറഞ്ഞല്ലോ നമ്മുടെ കവിതയാണ് പഠിക്കുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന 34 വരികളുള്ള കവിതയാണ്. അപ്പോൾ സഹീഹായ ഹദീസ് നാം പഠിച്ചു. എന്താണ് ബൈഖൂനി പറഞ്ഞത് സഹീഹായ ഹദീസിനെ കുറിച്ച്? അവ്വലുഹ അസ്സഹീഹു, ആദ്യത്തെ ഹദീസിൻ്റെ ഇനം എന്താണ്? അസ്സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ യർവീഹി അദ്ലുൻ ളാബിതുൻ അൻ മിസ്ലിഹി മുഅ്തമദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി. ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ്. അവ്വലുഹ അസ്സഹീഹു എന്നർത്ഥം ആദ്യത്തെ ഹദീസിൻ്റെ ഇനം എന്താണ്? സഹീഹാണ്. വഹുവ മത്തസൽ, എന്താണ്? കണ്ണിമുറിയാത്ത, ചേർന്നതാണ്. ഇസ്നാദു, അതിൻ്റെ ഇസ്നാദ്. വലം യശുദ്ദ, ഷാദല്ല. വ യുഅൽ, മുഅല്ലല്ല, അഥവാ ഇല്ലത്തില്ല എന്ന്. യർവീഹി, ഈ സഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി ആരായിരിക്കണം? യർവീഹി അദ്ലുൻ, അദ്ലായിരിക്കണം, തഖ്വയും മാന്യതയുമുള്ള വ്യക്തിയായിരിക്കണം. ളാബിതുൻ, ഹദീസ് മനഃപ്പാഠമാക്കുന്ന കാര്യത്തിലും രേഖപ്പെടുത്തുന്ന കാര്യത്തിലും കൃത്യതയുള്ള ആളായിരിക്കണം. അൻ മിസ്ലിഹി, അയാളെപ്പോലെയുള്ള ഷെയ്ഖിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസായിരിക്കണം. മുഅ്തമദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി എന്ന് പറഞ്ഞാൽ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ അയാളുടെ ളബ്തിൻ്റെ കാര്യത്തിലാകട്ടെ, അത് ഉദ്ധരിക്കുന്ന കാര്യത്തിലാകട്ടെ, അതൊക്കെ അയാൾ അവലംബനീയനാണ്, അവലംബിക്കപ്പെട്ട ആളായിരിക്കണം, റാവിയായിരിക്കണം. ഇതാണ് സഹീഹായ ഹദീസിൻ്റെ നിർവചനം. ഇനി നാം പഠിക്കുന്നത് ഹസനായ ഹദീസിൻ്റെ നിർവചനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. വൽ ഹസനുൽ മഅറൂഫു തുർഖൻ വഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്.
വൽ ഹസനുൽ മഅറൂഫു തുർഖൻ വഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. ഹസനായ ഹദീസിൻ്റെ അർത്ഥത്തിലേക്കാണ് നാം പോകുന്നത്. എന്താണ് അൽ ഹദീസുൽ ഹസൻ എന്ന് വെച്ചാൽ? അതായത് സഹീഹായ ഹദീസിൻ്റെ എല്ലാ നിബന്ധനകളും എന്തിൽ വേണം? ഹസനായ ഹദീസിൽ വേണം. ഒരു വിഷയത്തിൽ മാത്രം ചെറിയ വ്യത്യാസം. ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ, അതായത് 100% എന്ന് പറയാൻ പറ്റില്ല, ഒരു 60%. അതിനാണ് ശരിക്കും ഖഫീഫു ദബ്ത് എന്ന് പറയുക. ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ നിസ്സാരമായ ദൗർബല്യമുള്ള റാവിമാരുണ്ടെങ്കിൽ, നിസ്സാരമായ കഠിനമായ ദുർബലതയുണ്ടെങ്കിൽ ദഈഫ് എന്ന് പറയും. നിസ്സാരമായ അഥവാ അത്ര പെർഫെക്റ്റ് അല്ല ആള് ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ഖഫീഫു ദബ്ത് എന്ന് പറയും. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് എന്ത് പറയുക? ഹസന് എന്ന് പറയുക. നമുക്ക് വായിക്കാം. ഖുൽതു ഇസ്തദറക അശ്ശൈഖു അബ്ദുസ്സത്താർ അല അന്നാദിമി ഹാദാ ഫഖാൽ. അതായത് ബൈഖൂനി പറഞ്ഞ ഈ വരിക്ക് ചില ന്യൂനതയുണ്ട്. അതായത് വൽ ഹസനുൽ മഅറൂഫു തുർഖൻ. എന്താ അർത്ഥം? അറിയപ്പെട്ട പരമ്പരകളുള്ള ഹദീസാകുന്നു അൽ ഹസൻ. ഇത് ശരിക്ക് ഹസനായ ഹദീസിൻ്റെ നിർവചനം ക്ലിയർ അല്ല ഈ സംസാരത്തിൽ നിന്ന്, ഈ ഒരു ബൈത്തിൽ നിന്ന്. റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. സഹീഹിനെ പോലെ പ്രസിദ്ധരായ റിജാല്, റാവിമാരല്ല. സഹീഹിനെ പോലെ പ്രസിദ്ധരായ റാവിമാരല്ല ഇതിനുള്ളത്, അൽ ഹദീസുൽ ഹസനിനുള്ളത്. അപ്പോൾ എന്താണ് ഈ ബൈത്ത് ഒന്നും കൂടി ക്ലിയർ ആക്കിക്കൊണ്ട് ദുക്തൂർ അബ്ദുസ്സത്താർ അബൂ ഗുദ്ദ എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം തിരുത്തി എഴുതുകയാണ്. അതാണ് അടുത്ത പേജിലുള്ളത്. വൽ ഹസനുൽ ഖഫീഫു ദബ്തൻ ഇദ് ഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. അപ്പോൾ എന്താണ് ഹസന് എന്ന ഹദീസിൻ്റെ അർത്ഥം? എന്താണ്? അൽ ഖഫീഫു ദബ്തൻ, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ അല്പം കുറവുള്ള ആൾക്കാണ് ശരിക്ക് ആൾ ഉള്ള ഇസ്നാദാണെങ്കിൽ എന്ത് പറയും? ഹദീസുൻ ഹസൻ എന്ന് പറയും. എന്നാൽ ദുർബലനായ ഒരു റാവി, ദഈഫായ ഒരു റാവിയാണെങ്കിലോ ഹദീസ് എന്ത് പറയും? ഹദീസ് ദഈഫായി. എന്നാൽ ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ നല്ല അങ്ങേയറ്റത്തെ അവഗാഹമൊന്നുമില്ല, ചില നിസ്സാരമായ ന്യൂനതകളുണ്ടെങ്കിൽ എന്താ ഇതിന് പറയുക? അതെ, അങ്ങനെയുള്ള റാവിമാരുണ്ടാവുമ്പോൾ ഹസൻ എന്ന് പറയും. നാം ഉദാഹരണ സഹിതം ഇൻഷാ അല്ലാഹ് പഠിക്കും. ഇവിടെ ഹസനായ ഹദീസ് നിർവചനം പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും വായിക്കാം. ഹുവൽ ഹദീസുല്ലദി ഇത്തസല സനദുഹു. സനദ് ഗണ്ണിമുറിയാത്ത മുത്തസിലായ സനദുള്ള ഹദീസാകുന്നു ഹസനായ ഹദീസ്. ബിനഖ്ലിൽ അദ്ലി, അദ്ലായ റാവി ഉദ്ധരിച്ച ഹദീസായിരിക്കണം. ഇതുവരെ ഏതുമായി യോജിക്കുന്നുണ്ട്? സഹീഹായ ഹദീസിൻ്റെ നിർവചനത്തോട് യോജിക്കുന്നുണ്ട്. പക്ഷേ അതിലാണ് തഖ്വയും മാന്യതയുമുണ്ട്. അല്ലദീ ഖഫ്ഫ ദബ്തുഹു. ദബ്ത്തിൻ്റെ കാര്യത്തിൽ, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ, ഹദീസ് രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ ഖഫ്ഫ ദബ്ത് എന്ന് പറഞ്ഞാൽ ദബ്ത്ത് അല്പം കുറഞ്ഞു പോയി. അതാ അതിൻ്റെ അർത്ഥം. ദബ്ത്ത് അല്പം കുറഞ്ഞു പോയി. നമുക്കറിയാം, നമ്മുടെ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ A+ കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്, A കൊണ്ടുവരുന്ന കുട്ടികളുണ്ട്, B+, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അറബിയിൽ പറയുകയാണെങ്കിൽ അലിഫ് സായിദ് അലിഫ്, ബ സായിദ് ബ, ജീം. ഇപ്പോൾ എക്സലൻ്റ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്, ഗുഡ് ഉണ്ട്. അപ്പോൾ ഗുഡ് എന്ന ഒരു മാർക്കുള്ള ആളാണ് നമുക്ക് സങ്കല്പിക്കാം എന്ത്? ഹസന്. എന്നാൽ ഫിഖത്ത് എന്ന് പറഞ്ഞാൽ, ഒരു റാവിനെ കുറിച്ച് പറയാണ് ഫിഖത്തുൻ ഫബ്തുൻ എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ഉദാഹരണം, ഇമാം സുഹ്രി, നാം കഴിഞ്ഞ ഹദീസിൽ വായിച്ച പരമ്പരയിലുള്ള ഒരു റാവിയാണ് ഇമാം ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബു തഹ്ദീബിൽ പറഞ്ഞു, മുത്തഫഖുൻ അലാ ജലാലതിഹി വ ഇത്ഖാനിഹി. അയാൾ മഹാനാണെന്ന വിഷയത്തിലും ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ മുത്ഖിനാണെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇനി നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. അതിനുശേഷം ഷെയ്ഖ് പറയുന്നു മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ല. അപ്പോൾ ഹസനാകണമെങ്കിൽ എന്ത് വേണം?
ശുദൂദ് പാടില്ല, ഷാദാകാൻ പാടില്ല, അതേപോലെ ഇല്ലത്തും ഉണ്ടാകാൻ പാടില്ല. എല്ലാ നിബന്ധനകളും സഹീഹിൻ്റെ എല്ലാ നിബന്ധനകളും ഒത്തുചേരണം. ഒരു വിഷയത്തിൽ മാത്രമാണ് വ്യത്യാസം. എന്താ വ്യത്യാസം? ഹദീസ് മനപ്പാടമാക്കുന്ന വിഷയത്തിൽ, അതായത് ഖഫീഫു ദബ്ത്താണ്, അതായത് ദബ്ത്താക്കുന്ന കാര്യത്തിൽ അല്പം കുറവുള്ള ഒരു റാവിയാണ്. മിസാലുഹു, ഉദാഹരണം. നമുക്ക് ഉദാഹരണത്തിലൂടെ ഓരോ കാര്യം പഠിക്കാം ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ദഈഫായ ഹദീസിൻ്റെ ഇനം നാം പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഹദീസും ഇൻഷാ അല്ലാഹ് ഒരു ഹോംവർക്ക് തരും നമ്മൾ. അതായത് എങ്ങനെയാണ് ആ ഹദീസ് ദഈഫായതെന്ന് ഓരോ പഠിതാവും ശരിക്ക് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഹദീസ് നിദാന ശാസ്ത്രം കൂടുതലായി നമുക്ക് പഠിക്കുക. മറ്റേത് ക്ലാസ് കേൾക്കുക പിന്നെ മറക്കുക, ആ ഒരു അവസ്ഥ പറ്റില്ല നമുക്ക്. ഇതൊരു പഠന ക്ലാസ്സാണ്, അല്ലാതെ എന്താണ് ഒരു വഅദ് ക്ലാസ് അല്ല. വഅദ് ക്ലാസ് കേൾക്കണം, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രബോധകരും പ്രവർത്തകരും ഇൽമിയായ ക്ലാസ്സും കേൾക്കണം, രണ്ടും വേണം. മിസാലു, ഉദാഹരണം എന്താണ്? അൻ അബി ഹുറൈറത്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പം അൻ അബി ഹുറൈറത്ത, ശരിക്ക് ഹുറൈറത്തി എന്ന് വേണ്ടത്. എന്തുകൊണ്ടാണ് ഹുറൈറത്ത എന്ന് പറയാനുള്ള കാരണം? മംനൂഉ മിന സർഫ് എന്ന് പറയാം. അതായത് കസ്റും പാടില്ല, തെൻമീനും പാടില്ല. ഇതുപോലെ ഉമർ, അൻ ഉമറ എന്ന് വായിക്കേണ്ടത്, അൻ ഉമരി പറയാൻ പാടില്ല. അതെന്താണ്? അത് അറബിക് ഗ്രാമർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതായത് ഹുറൈറത്ത എന്ന ഒരു വ്യക്തിയുടെ പേരാണ്. അതേപോലെ തന്നെ താ ഹ ഉ തഅനീസ് എന്ന് പറയും, താ ഉൽ മർബൂത്തയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ എന്താണ്? കസ്റും പാടില്ല, തെൻവീനും പാടില്ല. ഉദാഹരണം ഹംസ, അൻ ഹംസത. അൻ എന്ന് വന്ന് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള നാമത്തിൻ്റെ അവസാനം കസ്റയാണ് വരേണ്ടത്. ഉദാഹരണം, ഇപ്പോൾ എൻ്റെ പേര് യാസിർ, അൻ യാസിരിൻ അങ്ങനെ വേണ്ടത്. പക്ഷേ അഹ്മദ് അല്ലെങ്കിൽ ഹംസ അല്ലെങ്കിൽ അബൂ ഹുറൈറ ഇവരൊക്കെ വരുമ്പോൾ ഫത്ഹാണ് കൊടുക്കേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് ഗ്രാമർ വിഷയം പഠിക്കേണ്ടതുണ്ട് എന്നൊരു സൂചനയാണ് ഇതിൽ നിന്ന് നൽകുന്നത്. ശരി. അൻ അബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു മിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തു കലിമ നിങ്ങൾ അധികരിപ്പിക്കുക, നിങ്ങൾ അത് ചൊല്ലി അധികരിപ്പിക്കുക. ഖബ്ല അൻ യുഹാല ബൈനകും വബൈനഹ, നിങ്ങൾക്കും അതിനുമിടയിൽ ഒരു തടസ്സം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അധികരിപ്പിക്കുക. വലഖിനുഹ മൗതാക്കും, മാത്രമല്ല മരണമാസന്നമായവർക്ക് നിങ്ങൾ തൽഖീന് ചൊല്ലിക്കൊടുക്കുക. അതായത് മരിക്കാൻ പോകുന്ന ആൾക്ക് മരിച്ചതിന് ശേഷം തൽഖീൻ എന്താണ്? ബിദ്അത്താണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. പക്ഷേ മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമ്മൾ തൽഖീന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഹദീസ് ഹസനായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമുക്ക് വായിക്കാം. അപ്പോൾ ഒന്ന്, അക്സിറു മിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബ്ല അൻ യുഹാല ബൈനകും വബൈനഹ. എന്താ യുഹാല എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ഉണ്ടാകുന്നതിന് മുമ്പ്. ബൈനക്കും നിങ്ങൾക്കും, വബൈനഹ അതിനും, ഏതിനും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലഖിനുഹ മൗതാക്കും. ഈ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്തത്? നമുക്ക് ഫുട് നോട്ടിൽ നമുക്ക് ഓരോ വിഷയവും, അതായത് മേലെയുള്ള ടെക്സ്റ്റ് അതേപോലെ ഫുട് നോട്ട്സ് ശരിക്കും രണ്ടും ഒരേ പ്രാധാന്യത്തോടെ നാം കാണണം. കാരണം താഴെ എന്താണ്? ഹദീസ് നിദാന ശാസ്ത്രത്തിലുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ താലിബുൽ ഇൽമിന് വളരെ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഷെയ്ഖ് അലി അൽ ഹലബി റഹിമഹുല്ലാഹ് രണ്ടാം ഫുട് നോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തത്? റവാഹു അബൂ യഅല. അബൂ യഅല എന്ന പണ്ഡിതൻ, ഹദീസ് പണ്ഡിതനാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലെയുള്ള വലിയ പണ്ഡിതനാണ് ഇമാം അബൂ യഅല അൽ മൗസിലി. അബൂ യഅലിൻ്റെ കിതാബാണ് അൽ മുസ്നദ്. വൽ ഖതീബു ഫി താരീഖിഹി, താരീഖു ബഗ്ദാദി എന്ന ഗ്രന്ഥം അൽ ഖതീബുൽ ബഗ്ദാദിയുടെ പ്രസിദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ ആരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തത്? ഒന്ന് അബൂ യഅല, രണ്ട് അൽ ഖതീബുൽ ബഗ്ദാദി, വ ഹംസത്തുൽ കിനാനി. ഹംസത്തുൽ കിനാനി എന്ന പണ്ഡിതൻ ഇമാം നസായി അതേപോലെ അബൂ യഅലയുടെ ശിഷ്യനാണ്. ജുസ്ഉൽ ബിതാഖ എന്നൊരു ഗ്രന്ഥം ഇമാം ഹംസൽ കിനാനിക്ക് ഉണ്ട്. വറാഫിഇ ഫി താരീഖ് ഖസ്വീൻ. ഖസ്വീൻ എന്നത് ശരിക്കും ഇറാനിലെ ഒരു സ്ഥലമാണ്.
താരീഖു ഖസ്വീൻ എത്രയോ വാള്യങ്ങളുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇമാം റാഫിഈ എഴുതിയ പ്രസിദ്ധനായ ഷാഫിഈ പണ്ഡിതനാണ് ഇമാം റാഫിഈ. ഇമാം റാഫിഈയുടെ താരീഖു ഖസ്വീനിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻ തരീഖൈനി അൻ ദിമാം ഇബ്നു ഇസ്മാഈൽ, സനദ് പറയാണ് ദിമാം ഇബ്നു ഇസ്മാഈൽ ഉദ്ധരിച്ച ഹദീസ്, അൻ മൂസ ഇബ്നു വർദാൻ അൻ അബി ഹുറൈറ. അപ്പോൾ ഈ ഹദീസിൻ്റെ പരമ്പര പരിശോധിച്ചിട്ട് പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? ഈ ഹദീസ് ഹസനാണ്. എന്താ കാരണം? ഷെയ്ഖ് പറയുന്നു, മുകളിലേക്ക് നാം പ്രവേശിക്കും, ഒന്നുകൂടി മടങ്ങുക. വഹാദ ഇസ്നാദുൻ ഹസൻ. ഇപ്പോൾ ഈ വായിച്ച ഇസ്നാദ് എന്താണ്? ഹസനാണ്. ലിഅന്ന ഫീഹി ദിമാം ഇബ്നു ഇസ്മാഈൽ. ഈ ഹദീസിൻ്റെ പരമ്പരയിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ അധികരിപ്പിക്കണം എന്ന അബൂ യഅല റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൻ്റെ പരമ്പരയിൽ ആരുണ്ട്? ദിമാം ഇബ്നു ഇസ്മാഈൽ റഹിമഹുല്ലാഹ് എന്നൊരു പണ്ഡിതനുണ്ട്, റാവിയുണ്ട്. ദിമാം ഇബ്നു ഇസ്മാഈൽ ഖാല അൻഹു അൽ ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ലാഹ് ദിമാം ഇബ്നു ഇസ്മാഈൽ എന്ന റാവിയെ സംബന്ധിച്ച് പറഞ്ഞു, സാലിഹുൽ ഹദീസ്. കണ്ടോ, വാക്ക് പ്രയോഗം മാറി. ഫിഖത്ത് എന്നല്ല പറഞ്ഞത്, വിശ്വാസയോഗ്യനാണ്, ഫിഖത്താണ് എന്നല്ല പറഞ്ഞത്. സാലിഹുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ കുഴപ്പമില്ലാത്ത, തകരാറില്ലാത്ത ഒരാളാണ്. ഒരാളെക്കുറിച്ച് നാം ഫിഖത്താണ്, സബ്താണ്, ഉഷാറാണ്, പെർഫെക്റ്റാണ്, വിശ്വാസയോഗ്യനാണെന്ന് പറയുന്നതും, സാലിഹുൽ ഹദീസ് സാലിഹാണ്, തിരക്കേടില്ല, കുഴപ്പമില്ല, ലാ ബഅസ ബിഹി എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ സദൂഖാണ്, ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ സത്യസന്ധനാണ്, സദൂഖാണെന്ന് പറയുന്നതും ശരിക്ക് ഈ ഹദീസുൽ ഹസനായ ഹദീസിലേക്കുള്ള സൂചനയാണ്. ലിഅന്ന ഫീഹി ദിമാം ഇബ്നു ഇസ്മാഈൽ ഖാല അൻഹു അൽ ഹാഫിദ് അദ്ദഹബി. അൽ ഹാഫിദ് അദ്ദഹബി എവിടെ പറഞ്ഞത്? മീസാനുൽ ഇഅ്തിദാൽ. അതായത് വിമർശനത്തിന് വിധേയരായ റാവിമാരുടെ ഒരു പ്രധാനപ്പെട്ട റഫറൻസാണ് ഇമാം ദഹബി എഴുതിയ മീസാനുൽ ഇഅ്തിദാൽ. അത് ന്യൂനതകളുള്ള റാവിമാരെ സംബന്ധിച്ച് ഒരു ചർച്ചയാണത് കിതാബ്. അതായത് ലോകത്തിന് പ്രസിദ്ധമായ കിതാബാണ് മീസാനു അൽ ഇഅ്തിദാൽ. അപ്പം എന്താണ് അദാലത്ത്? ഹദീസിൻ്റെ വിഷയത്തിൽ അദാലത്ത് ചർച്ച ചെയ്യുന്ന അതിൻ്റെ ഒരു തുലാസാണ് ഈ ഒരു ഗ്രന്ഥം. ഇത് ഹദീസ് പണ്ഡിതന്മാർ അവലംബിച്ച വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം ദഹബി എഴുതിയ മീസാനു അൽ ഇഅ്തിദാൽ. എന്താണ് പറയുന്നത് ഇമാം ദഹബി? സാലിഹുൽ ഹദീസി ലയ്യനഹു ബഅ്ദുഹും ബിലാ ഹുജ്ജ. തെളിവില്ലാതെ, വ്യക്തമായ ന്യായമില്ലാതെ ഇമാമിനെ ചില ആൾക്കാർ ദുർബലനാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെന്തില്ല? വ്യക്തമായ രേഖയില്ല. അപ്പോൾ എന്താണ് ശരിയായ അവസ്ഥ? എന്താണ്? സാലിഹുൽ ഹദീസ്, ഹദീസ് ഉദ്ധരിക്കുന്ന, റിവായത്ത് ചെയ്യുന്ന കാര്യത്തിൽ അയാളുടെ ഹദീസ് സാലിഹാണ്, കുഴപ്പമില്ല, സ്വീകരിക്കപ്പെടാവുന്നതാണ്. വനഖല, തൊട്ട് ശേഷം വായിക്കുന്നു, വനഖല അബൂ സുർഅത്ത് അൽ ഇറാഖി في ذيل الكاشف عن الإمام أحمد بن حنبل عن الإمام أحمد بن حنبل. അഹ്മദ എന്ന വായിക്കേണ്ടത്. പിന്നെ അഹ്മദി എന്ന് വായിച്ചാൽ അവിടെ ശരിക്കും ഞാൻ പറഞ്ഞ നിയമം ഉണ്ടല്ലോ, അതായത് വ്യക്തിയുടെ പേരാണ്, അഫ്ആലിൻ്റെ വസ്നാണ്, അവിടെ മംനൂ മിന സർഫാണ്. അപ്പോൾ അനിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബലിൻ ഖൗലഹു ഫീഹി സാലിഹുൽ ഹദീസ് അയ്ദ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ദിമാം ഇബ്നു ഇസ്മാഈൽ എന്ന റാവി സംബന്ധിച്ച് എന്ത് പറഞ്ഞു? സാലിഹുൽ ഹദീസ് എന്ന് പറഞ്ഞു. ഫിഖത്ത് എന്ന് പറഞ്ഞില്ല. ഫിഖത്ത് അല്ലെങ്കിൽ ഹുജ്ജത്ത്, സബ്ത് എന്ന വാക്കുകളൊക്കെ സഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സാലിഹുൽ ഹദീസ്. ഇതാരാ ഉദ്ധരിച്ചത്? വനഖല അബൂ സുർഅത്ത് അൽ ഇറാഖി. ഇമാം അബൂ സുർഅത്ത് അൽ ഇറാഖി എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ കൂട്ടുകാരനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഉസ്താദാണ് അബുൽ ഫദ്ൽ അൽ ഇറാഖി, അൽ ഇമാം അബ്ദുറഹീം. അബ്ദുറഹീം ഇമാം ഇറാഖിയുടെ മകനാണ് അബൂ സുർഅത്ത് അൽ ഇറാഖി. അബൂ സുർഅത്ത് അൽ ഇറാഖിയും ഇമാം ഇറാഖിയും ഉപ്പയാകട്ടെ മകനാകട്ടെ വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കൂട്ടുകാരെന്ന് പറയാനുള്ള കാരണം ഇബ്നു ഹജറും മകനായ അബൂ സുർഅയും ഒരുമിച്ചാണ് പിതാവായ ഇമാം അബുൽ ഫദ്ൽ ഇറാഖിയിൽ നിന്ന് ഹദീസ് പഠിച്ചത്. ഫി ദൈലിൽ കാഷിഫ്, ഇമാം ദഹബി, നേരത്തെ പറഞ്ഞ ഇമാം ദഹബിയുടെ
ഒരു ഗ്രന്ഥമാണ് അൽ കാഷിഫ്. എന്താ അൽ കാഷിഫ് എന്ന് പറഞ്ഞാൽ? അൽ കുതുബു സിത്ത, നമുക്കറിയാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എത്രയാണ്? 6 ഗ്രന്ഥങ്ങളാണ്. ആർക്കാണ് ഇത് എണ്ണി പറയാൻ പറ്റുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചതാണ്. അതായത് ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ. അഹ്സൻതും. ഇങ്ങനെ ഈ 6 ഗ്രന്ഥങ്ങളിലുള്ള റാവിമാരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം ദഹബി എഴുതിയ അൽ കാഷിഫ്. ഈ അൽ കാഷിഫിൻ്റെ പൂർത്തീകരണമാണ് ഏത്? ദൈലുൽ കാഷിഫ്. ദൈൽ പറഞ്ഞാൽ ദൈലിൻ്റെ ഭാഷാർത്ഥം വാലെന്നാണ്. അപ്പോൾ അതായത് അതിൻ്റെ വാൽ കഷ്ണം, അതിൻ്റെ പൂർത്തീകരണമാണ് ഇമാം അബൂ സുർഅത്ത് അൽ ഇറാഖി എഴുതിയത്. അതായത് ഇമാം ദഹബിക്ക് വിട്ടുപോയ ചില റാവിമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം അബൂ സുർഅത്ത് അൽ ഇറാഖി എഴുതിയ അൽ കാഷിഫ്, ദൈലുൽ കാഷിഫ്. ശരി. അനിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ ഖൗലഹു ഫീഹി സാലിഹുൽ ഹദീസ് അയ്ദാ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലിയ ഹദീസ് പണ്ഡിതനാണ്. റാവിമാരെ സംബന്ധിച്ച് ജർഹ് തഅദീൽ പറയാൻ അധികാരമുള്ള പണ്ഡിതനാണ്. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. വഅൻ അബി ഹാതിമിൻ, ഇമാം അഹ്മദിനെ പോലെ തന്നെ മഹാഹദീസ് പണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹാതിം അർ-റാസി. ഹിജ്റ 277 മരണപ്പെട്ടു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരണപ്പെട്ടത് ഹിജ്റ 241. നമ്മളൊക്കെ വായിക്കുന്ന ഈ വചനങ്ങളൊക്കെ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ചരിത്രമാണ് നാം വായിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹിജ്റ 241. അബൂ ഹാതിം അർ-റാസി, എന്താ പേര്? മുഹമ്മദ് ബിൻ ഇദ്രീസ്. അബൂ ഹാതിം അർ-റാസി മഹാഹദീസ് പണ്ഡിതൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ബുഖാരി പോലെയുള്ള വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹാതിം അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? സദൂഖുൻ മുതഅബ്ബിദ്. അതായത് ഈ ദിമാം ബിൻ ഇസ്മായിൽ എന്ന റാവി സദൂഖാണ്, സത്യസന്ധനാണ്. മുതഅബ്ബിദ്, ഇബാദത്ത് എടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. ഫിഖത്ത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ സദൂഖ്, അതേപോലെ സാലിഹുൽ ഹദീസ് എന്നൊക്കെ ഒരു റാവി സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഹസനാണ്, സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഹദീസ് എതിലേക്ക് എത്തിപ്പെടില്ല. ആ റാവിയുടെ സാലിഹുൽ ഹദീസ് അല്ലെങ്കിൽ സദൂഖ് എന്ന് പറയപ്പെട്ട റാവിമാരുടെ ഹദീസ് സഹീഹിലേക്ക് ഉയരുകയില്ല. എന്തായിരിക്കും? ഹസനായ ഹദീസായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതായത് അക്സിറു മിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഹദീസ് എന്തുകൊണ്ട് സഹീഹ് എന്ന് പറയാൻ പറ്റില്ല? എന്തുകൊണ്ട് നാം അത് ഹസനായ ഹദീസാണ്, ഹദീസുൻ ഹസൻ എന്ന് പറഞ്ഞു? ആരാണ് ഇത്രയും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയുക വളരെ ഷോർട്ടായിട്ട്? അക്സിറു മിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസ് എന്തുകൊണ്ട് നാം സഹീഹാണെന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഹസൻ എന്ന് പറഞ്ഞു? എന്താ അതിൻ്റെ ഉത്തരം? ഈ ഹദീസിൻ്റെ പരമ്പരയിലുള്ള ഇസ്നാദിലുള്ള റാവിയാണ് ആര്? ദിമാമു ബിനു ഇസ്മായിൽ. ദിമാമു ബിനു ഇസ്മായിൽ സാലിഹുൽ ഹദീസാണ്, അഥവാ ഫിഖത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖഫീഫു ദബ്താണ്. ഫിഖത്തിനെ പോലെ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ കൃത്യതയുള്ള, അല്പം കൃത്യത കുറഞ്ഞ റാവിയാണെന്നർത്ഥം. അതിനാണെന്ത് പറയുക? അതായത് ഖഫീഫു ദബ്ത്ത്. അങ്ങനെ ഖഫീഫു ദബ്ത്തുള്ള റാവിമാരുടെ ഹദീസ് എന്തായിരിക്കും? ഹസനായിരിക്കും, സഹീഹല്ല. എന്നാൽ താമു ദബ്ത്ത്, അതായത് പരിപൂർണമായ ദബ്ത്തുള്ള റാവിയാണെങ്കിലോ സഹീഹ് എന്ന് പറയും. വഅൻ അബി ഹാതിമിൻ, ഇമാം അബൂ ഹാതിം അർ-റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു സദൂഖുൻ മുതഅബ്ബിദ്. വഅൻ നസാഇ ലാ ബഅസ ബിഹി, ഇമാം നസാഇ പറഞ്ഞു. ആരെ സംബന്ധിച്ചതൊക്കെ പറയുന്നത്? ദിമാം ബിൻ ഇസ്മായിൽ എന്ന റാവിമാരെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടുക? ഇത്രയും അഭിപ്രായങ്ങൾ. ഇമാം ദഹബി പറഞ്ഞ അൽ കാഷിഫ്, കഴിഞ്ഞ ക്ലാസ് ഉദ്ധരിച്ച ഇബ്നു ഹജർ അസ്ഖലാനിയുടെ തഹ്ദീബു അത്തഹ്ദീബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഓരോ റാവിമാരെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ. ഇതൊക്കെ ശരിക്കും നമ്മുടെ മുസ്ലിം ഹദീസ് പണ്ഡിതന്മാർ, ഒരു മുഹദ്ദിസാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സംഗതിയല്ല. വളരെ സൂക്ഷ്മത വേണ്ട ഒരു വിഷയമാണ് ഹദീസ് നിദാന ശാസ്ത്രം. ഷെയ്ഖ് അൽബാനി എന്തുകൊണ്ടാണ് അറിയപ്പെട്ട മുഹദ്ദിസായി ശരിക്ക് ലോക മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സലഫികളൊക്കെ അംഗീകരിച്ചത്? കാരണം 20-ാം വർഷത്തിൽ തുടങ്ങി
മരണപ്പെടുന്നത് ഏകദേശം 90 വയസ്സിലാണ്. ഏകദേശം 70 വർഷക്കാലം ഈ ജോലിയാണ് മൂപ്പർ ചെയ്തത്. ഓരോ ഹദീഫിൻ്റെയും പരിശോധന, ദഈഫാണോ സഹീഹാണോ, എത്രയോ അഭിപ്രായങ്ങൾ ഒരു റാവി സംബന്ധിച്ച് പറയും. ആ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് അതിൽ പ്രബലമാണെന്ന് കണ്ടെത്തുകയും ഓരോ ഹദീസിനെ സംബന്ധിച്ചും സഹീഹ് ദഈഫ് എന്നൊക്കെ വിധി നൽകി. വഅനിൻ നസാഇ ലാ ബഅസ ബിഹി, തിരക്കേടില്ല. എന്താ ലാ ബഅസ ബിഹി എന്നാൽ തിരക്കേടില്ല, കുഴപ്പമില്ല. ഒരു റാവി സംബന്ധിച്ച് അയാൾ ഉഷാറാണെന്ന് പറയുന്നതും കുഴപ്പമില്ല എന്ന് പറയുന്നത് രണ്ടാണ്. വഖാല അൻഹുൽ ഹാഫിദ് ഇബ്നു ഹജർ, നമുക്ക് ഒരു റാവിയെ സംബന്ധിച്ച് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഒരു അഭിപ്രായം കണ്ടെത്തണം. അതിനെന്ത് വേണം? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞൊരു ഗ്രന്ഥമാണ്, വളരെ മറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പെരുന്നാളിൻ്റെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പല സദ്യകളും അതേപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളൊക്കെ, അതിനുശേഷം പല ഹദീസിൻ്റെ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളൊക്കെ മറന്നു. അപ്പോൾ അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. അത് ബ്രീഫായിട്ട് നമുക്ക് ഒരു റാവിയെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ അഭിപ്രായം പറയും. ആ ഗ്രന്ഥമാണ് തഖ്രീബു അത്തഹദീബ്. തഖ്രീബു അത്തഹദീബ്. മാത്രമല്ല ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ മാസത്തിലും ഇങ്ങനെ സാലറി ഇറങ്ങുന്നതനുസരിച്ച് നാം ഇപ്പോൾ ഇങ്ങനെ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഗ്രന്ഥങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വാങ്ങി സംഘടിപ്പിക്കണം. അങ്ങനെ ഈ ക്ലാസ് അതേപോലെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കഴിയുന്തോറും നമ്മുടെ ഒരു ലൈബ്രറി, ഹദീസ് ഗ്രന്ഥങ്ങളും അതേപോലെ തഫ്സീർ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു ലൈബ്രറി, ഒരു ശേഖരണം നമ്മുടെ വീടുകളിൽ വേണം. പറഞ്ഞു വരുന്നത് ഉണ്ടോ, തഖ്രീബു തഹദീബിലെ ഇബാറത്താണ് നാം വായിച്ചത്. ഫുട്നോട്ട് നോക്കൂ നിങ്ങൾ. തഖ്രീബു തഹദീബ് 1-ാം വാല്യം 374-ാമത്തെ പേജ്. എന്താ പറഞ്ഞത്? ദിമാം ഇബ്നു ഇസ്മായിൽ എന്ന റാവി സംബന്ധിച്ച് ഇബ്നു ഹജർ എന്ത് പറഞ്ഞു? സദൂഖുൻ, സത്യസന്ധനാണ്. വറുബ്ബമ അഖ്ത, ചിലപ്പോൾ അബദ്ധം പറ്റും. അപ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഖഫീഫു ദബ്തായി, ധാരാളം എപ്പോഴും അബദ്ധം പറ്റുന്ന ആളാണ്. ഫാഹിഷുൽ ഖത എന്ന് പറയും, ഫാഹിഷുൽ ഗലത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ഹദീസിൻ്റെ റാവി എന്തായി മാറി? ദഈഫായി മാറി. എന്നാൽ റുബ്ബമ അഖ്ത, ചിലപ്പോഴൊക്കെ അബദ്ധം പറ്റാം, സത്യസന്ധനാണ്, ഫിഖത്തല്ല, അപ്പോൾ അയാളുടെ ഹദീസ് എന്താണ്? ഹസനാണ്. ഫമിസ്ലുഹു, ഷെയ്ഖ് അലി ഹലബി പറയുന്നു, ഫമിസ്ലുഹു ലാ യൻസിലു ഹദീസുഹു അൻ ദറജത്തിൽ ഹസൻ. അതായത് ഹസനായ ആ ഒരു മർത്തബ, ആ ഒരു ഗ്രേഡിൽ നിന്ന് ശരിക്ക് ഇയാളുടെ ഹദീസ് താഴോട്ട് പോകുന്നില്ല. എന്നാൽ സഹീഹായ ഹദീസിലേക്ക് ഉയരുന്നുമില്ല, ദഈഫ് ആകുന്നുമില്ല. മനസ്സിലായില്ലേ? ഗദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാറത്ത്. അതായത് ഷെയ്ഖ് അൽ ബൈഖൂനി എന്ത് പറഞ്ഞു? വൽ ഹസനുൽ മഅറൂഫു തുർഖൻ വഗദത്ത്. അതായത് ഹസനായ ഹദീസിൻ്റെ വഴികൾ, പരമ്പരകളൊക്കെ മഅറൂഫാണെന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാകുന്നു. വഗദത്ത്, ആയിത്തീർന്നു. റിജാലുഹു, ഹദീസിൻ്റെ ഹസനായ ഹദീസിൻ്റെ റാവിമാരൊക്കെ ലാ കസ്സഹീഹ് ഇഷ്തഹറത്ത്, സഹീഹായ ഹദീസിലുള്ള റാവിമാരെ പോലെ മഷ്ഹൂറായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രസിദ്ധരായിട്ടില്ല. അപ്പോൾ ഇതിനെ തിരുത്തിക്കൊണ്ടാണ് ദുക്തൂർ അബ്ദുൽ സത്താർ അബൂ ഗുദ്ദ ഇവിടെ കുറിച്ചത്. വൽ ഹസനുൽ ഖഫീഫു ദബ്തൻ, അറിയപ്പെട്ട പരമ്പരകൾ എന്ന് പറയുമ്പോൾ ഹസനായ ഹദീസിൻ്റെ നിർവചനം ക്ലിയർ അല്ല. എന്ത് പറഞ്ഞു? വൽ ഹസനു അൽ ഖഫീഫു ദബ്തൻ ഇദ് ഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഹസനായ ഹദീസ് എന്ന് വെച്ചാൽ ഖഫീഫു ദബ്ത് എന്ന റാവി ഉദ്ധരിച്ച ഹദീസ് എന്ന് പറയും, അൽ ഹസൻ എന്ന് പറയും. എന്നാൽ താമു ദബ്ത്, താം എന്ന് പറഞ്ഞാൽ കാമിലായ, അതെ, അതായത് പരിപൂർണതയിലേക്ക് എത്തിപ്പെട്ട റാവിമാരുടെ ഹദീസ് എന്ത് പറയും? സഹീഹ് എന്നും പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ഓരോ നമുക്ക് പ്രത്യേകിച്ച് ദുർബലമായ ഹദീസിലേക്ക് എത്തുമ്പോൾ നാം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ മുസ്ലിമീങ്ങൾ ദുർബലമായ ഹദീസുകൾ കൊണ്ടാണ് അമൽ ചെയ്യുന്നത്. അതിലും ശരിക്ക് ഗൗരവപ്പെട്ടതാണ് വ്യാജ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം തവസ്സുലിൻ്റെ വിഷയത്തിൽ, അതായത് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്
തവസ്സുലാക്കാം, അള്ളാഹുവിനോട് തേടാം. അള്ളാഹുവേ, നബിയുടെ ജാഹ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന ഈ തേട്ടം ശരിക്ക് ബിദ്അത്താണ്. ചോദ്യം ആരോടാണ്? അള്ളാഹുവിനോടാണ്. പക്ഷെ ആരുടെ ബറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ജാഹ് കൊണ്ട്, ഹക്ക് കൊണ്ട്? ഔലിയാക്കളുടെ, മഹാന്മാരുടെ. ഈ ഒരു ശൈലി നബി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ്? അതായത് ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു എന്ന വ്യാജ ഹദീസുണ്ട്. ആ ഒരു ഹദീസാണ് പലപ്പോഴും ഇങ്ങനെയുള്ള തവസ്സുൽവാദികളുടെ ഒരു തെളിവ്. ഇത് വ്യാജമാണെന്ന് അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതൊരു തെളിവാണ്. അതേപോലെ ഓരോ വിഷയത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ദഅവത്ത് നടത്തണമെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നാം പഠിച്ചിരിക്കണം. അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മുടെ സഹോദരൻ ചോദിച്ച ചോദ്യം, അതായത് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ മഅ്മൂം എന്താണ് ചൊല്ലേണ്ടത്? ഇമാമിനെ പോലെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് റബ്ബന വലക്കൽ ഹംദ് പറയണോ, അതല്ല റബ്ബന വലക്കൽ ഹംദ് മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഷാഫി മദ്ഹബിലൊക്കെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് റബ്ബന വലക്കൽ ഹംദ്. അപ്പം അതിനുള്ള അവർ ഉദ്ധരിച്ച തെളിവെന്ന് വെച്ചാൽ, അതായത് ഇമാമിനെ പോലെ നിങ്ങളും പറയണം എന്ന ഹദീസുണ്ടല്ലോ, ഫഖൂലു മിസ്ലൽ ഇമാം. എന്നാൽ ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരം, അതേപോലെ സഹാബികളുടെ നമസ്കാരമൊക്കെ കൃത്യമായി ശരിക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം പണ്ഡിതന്മാർ പറയുന്ന പ്രബലമായ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതായത് ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബന ലക്കൽ ഹംദ് അല്ലെങ്കിൽ വലക്കൽ ഹംദ് എന്ന ഹദീസാണ് രണ്ടാം അഭിപ്രായത്തിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്. അവിടെ ഒരു റിപ്പോർട്ടിലും നിങ്ങൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷം റബ്ബന വലക്കൽ ഹംദ് പറയണം എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടും ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അതായത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ മഅ്മൂം പറയണം എന്ന വിഷയത്തിൽ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രബലമായ അഭിപ്രായം ഇൻഷാ അല്ലാഹ്, അതായത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ ആർക്കുള്ളതാണ്? ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇമാമിനോ. ഇമാമിന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അതേപോലെ പതുക്കെ റബ്ബന വലക്കൽ ഹംദ്. മഅ്മൂമിനോ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ശരിക്കും ഇത് തർക്കമുള്ള വിഷയമാണ്, പക്ഷെ പ്രബലമായ അഭിപ്രായമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു ശീലമാണ്, അതായത് ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക. അതായത് നിങ്ങൾ റൗദ ഷരീഫ് അല്ലെങ്കിൽ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ റസൂലിലേക്ക് എൻ്റെ സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സലാമും സലാത്തൊക്കെ ഏൽപ്പിക്കണം, എൻ്റെ സലാം അറിയിക്കണം എന്ന ഏൽപ്പിക്കുന്ന ഒരു കാര്യം, അത് എത്രത്തോളം ശരിയാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സഹാബികളാരും അങ്ങനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശരിക്ക് ബിദ്അത്താണെന്ന് നാം ഭയക്കുന്നു. നമുക്ക് ശരിക്ക് കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? സഹിഹായ തെളിവ് വേണം. ഇപ്പോൾ നമുക്കറിയാം, പല സഹാബികളും മാറി മാറി വ്യത്യസ്ത നാടുകളിലേക്ക് നബിയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം മാറി മാറി താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരൊക്കെ മദീനയിലേക്ക് വരും, മദീന പള്ളി നമസ്കരിക്കുവാൻ വേണ്ടി. അപ്പോഴൊന്നും നിങ്ങൾ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സലാം നിങ്ങൾ, എന്താ കാരണം? നബി സല്ലല്ലാഹു പറയാണ്, വസല്ലു അലയ്യ ഹൈസുമാ കുൻതും ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഓരോ മുസ്ലിമും എവിടെ ചൊല്ലുന്നു? തശഹുദിൽ ചൊല്ലുന്നു, അത്തഹിയ്യാത്തിൽ ചൊല്ലുന്നു. അതേപോലെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നാം സ്വലാത്ത് ചൊല്ലുന്നു. ഈ സ്വലാത്തും സലാമും എവിടെയാണെങ്കിലും ആരിലേക്ക് എത്തും? തബ്ലുഗുനി, എന്നിലേക്ക് എത്തിപ്പെടും. അത് എങ്ങനെയാണ് എത്തിക്കുന്നത്? ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അതായത് ഈ ഭൂലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. എന്താണ് അവർ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം? എന്താണ്? നബിയിലേക്ക് ഉമ്മത്തിൻ്റെ സലാമും സ്വലാത്തൊക്കെ എത്തിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സ്വലാത്തും സലാമും കേൾക്കുന്നില്ല. ആരെയാണ് ഏൽപ്പിച്ചത്? മലക്കുകളെ. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഖേദകരെന്ന് പറയട്ടെ, പല വിഭാഗക്കാരും വിശ്വസിക്കുന്നത് മരിച്ചുപോയ മഹത്തുക്കൾ നിരുപാധിക നമ്മുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ ആണെങ്കിലും അവർ കേൾക്കും നമ്മുടെ സംസാരം, നമ്മൾ വിളിച്ചാൽ അവർ കേൾക്കും, നമ്മളെ സഹായിക്കും എന്ന ശിർക്കിയായൊരു വിശ്വാസമുണ്ട്. അതൊക്കെ അപകടമാണ്. ഏതായാലും ശരിക്കും പ്രമാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ സലാം ഏൽപ്പിക്കുന്ന കാര്യം ശരിക്ക് ബിദ്അത്താണ്. അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വല്ലാഹു അലം. ഇവിടെ ചോദിച്ചത് വുദു എടുക്കുമ്പോൾ സുന്നത്തുണ്ട്, 2 റക്അത്ത് സുന്നത്ത്. അതേപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്തുണ്ട്. അതേപോലെ വേറൊരു അവസ്ഥയാണ്, നമ്മൾ ഇപ്പം സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഉദാഹരണമായിട്ട് പള്ളിയിൽ പ്രവേശിച്ചു. അപ്പം എന്തിന് സുന്നത്തുണ്ട്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് തഹിയ്യത്തുൽ മസ്ജിദിന്, അതായത് പള്ളിയുടെ തഹിയ്യത്ത് എന്ന 2 റക്അത്തിന് പ്രത്യേകിച്ച് നിയ്യത്തില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എന്തില്ല? നിയ്യത്തില്ല. അവിടെ എന്താണ് അതിൻ്റെ കടമ? പള്ളിയുടെ കടമ എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഒരാളിപ്പം പള്ളിയിൽ പ്രവേശിച്ചു, ജമാഅത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അയാൾ ആ ജമാഅത്തിൽ പങ്കെടുത്ത് ഇപ്പോൾ അസ്ർ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചാൽ ആ തഹിയ്യത്തിൻ്റെത് വീടി. അവിടെ അയാൾ ഇരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമസ്കരിക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ച് സുബഹിക്ക് മുമ്പ്, അപ്പോൾ അയാൾക്ക് സുബഹിൻ്റെ നിയത്ത് സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്തിന് സുന്നത്തിൻ്റെ നിയത്ത് വെച്ച് നമസ്കരിച്ചാൽ ആ തഹിയ്യത്തും അതോടെ വീടി. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയുടെ തുടക്കത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വുദുവിൻ്റെ 2 റക്അത്ത്, ഒരാൾ വുദു എടുത്ത് പള്ളിയിൽ പ്രവേശിച്ച് അതിൻ്റെ നിയത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ തഹിയ്യത്തും അതോടെ ശരിക്ക് നിറവേറി എന്നാണ് പറയാനുള്ളത്. അല്ലാഹു അലം. അതായത് അശുദ്ധിയുള്ള ഹൈദുള്ള സ്ത്രീകൾക്ക് ഖുർആൻ സ്പർശിക്കാൻ പറ്റുമെന്ന വിഷയത്തിൽ വലിയ ചർച്ചയാണ്. അതിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പ്രബലമായ അഭിപ്രായം മുസ്ഹഫ് തൊടാൻ ഏതായാലും പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം മൊബൈലിലുള്ള മുസ്ഹഫ് യഥാർത്ഥ മുസ്ഹഫിൻ്റെ ഹുക്മല്ല എന്നാണ്. ഇത് സ്പർശിക്കുന്ന കാര്യത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഇപ്പം അച്ചടിക്കപ്പെട്ട മുസ്ഹഫ് കൊണ്ട് ഉദാഹരണത്തിന് ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷേ മൊബൈൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ആധുനിക ഫത്വയിലാണ്, കാരണം മൊബൈലൊക്കെ ഇപ്പോൾ വന്നതാണല്ലോ, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാം. ഇപ്പോൾ ഖുർആൻ ശരിക്ക് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ? അതിലും ഖിലാഫുണ്ട്. അതിൽ റാജിഹായ അഭിപ്രായം ഖുർആൻ പാരായണം ചെയ്യും. ഇപ്പം മനഃപ്പാടമുള്ള സൂറത്തുകളാണെങ്കിൽ, അതേപോലെ തന്നെ മൊബൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്യാം. എന്നാൽ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്നാണ്. കാരണം അലാ ലാ യമസ്സുൽ ഖുർആന ഇല്ലാ താഹിർ, ശുദ്ധിയുള്ള ആൾ മാത്രമാണ് മുസ്ഹഫ് തൊടേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്ക് വുദു വേണം എന്നാണ്. അതേപോലെ തന്നെ ഇപ്പം പുരുഷന്മാരാകട്ടെ വുദു ഇല്ലാതെ കഴിവിന് പരമാവധി മുസ്ഹഫ് സ്പർശിക്കരുത് എന്നാണ് 4 മദ്ഹബിലും പഠിപ്പിക്കുന്നത്. അതെ, അതായത് ഇപ്പം മനഃപ്പാടമാണെങ്കിലും മനഃപ്പാടമായിട്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും കൂടുതൽ അഫ്ദൽ എന്താണ്? നമ്മൾ ശുദ്ധിയോടെ ഓതുകയാണ്. എന്നാൽ നമുക്ക് ഇപ്പം വുദു ഇല്ല, വുദു നഷ്ടപ്പെട്ടു, ഖുർആൻ മനഃപ്പാടമാക്കിയത് ഓതാൻ പറ്റുമോ? പറ്റും. അതേപോലെ മുസ്ഹഫിലെ അതായത് മൊബൈലിലെ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്പർശിച്ചുകൊണ്ട് ഓതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? മൊബൈലിന് ശരിക്ക് യഥാർത്ഥ മുസ്ഹഫിൻ്റെ ആ ഒരു ഹുക്മ് ഇല്ല. ട്രാൻസ്ലേഷൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഫത്വയിൽ, അതായത് ഖുർആനിക വചനങ്ങളെക്കാൾ ട്രാൻസ്ലേഷനാണെങ്കിൽ അത് മുസ്ഹഫിൻ്റെ ഹുക്മല്ല. മനസ്സിലായില്ലേ? എന്നാൽ ഒരേപോലെ അല്ലെങ്കിൽ ഖുർആനിക വചനങ്ങളാണ് കൂടുതൽ, അപ്പോൾ അതിന് ഖുർആനിൻ്റെ ഹുക്മാണ്, നമുക്ക് സ്പർശിക്കാൻ പാടില്ല വുദു ഇല്ലാതെ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീർ, ഖുർത്തുബിയുടെ തഫ്സീർ, എത്രയോ വാള്യങ്ങളാണ്.
അവിടെ ഖുർത്തുബിയുടെ വിശദീകരണമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഖുർത്തുബിയുടെ തഫ്സീർ ഖുർആൻ എന്നല്ല പറയുക, നമ്മൾ തഫ്സീർ എന്ന് പറയും. തഫ്സീർ നമുക്ക് ശരിക്ക് സ്പർശിക്കാൻ മുതുവില്ലാതെ ഇൻഷാ അല്ലാഹ്. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ അത് ശരിക്ക് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം ഖുർആന് നിന്ദിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മളെന്ത് ശരിക്ക് മുസ്ഹഫ് ഇപ്പം ശത്രു രാജ്യത്തിലേക്ക് അർദുൽ അദുവിലേക്ക് മുസ്ഹഫ് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അത് നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അമുസ്ലിമീങ്ങൾക്ക് ഖുർആൻ നാം കൈമാറുമ്പോൾ അവിടെ ശരിക്ക് ഖുർആൻ വായിക്കാനും അത് പഠിക്കാനും ഇസ്ലാമിലേക്ക് വരാനും പ്രതീക്ഷയുള്ള മുസ്ഹഫിനെ ആദരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ശരിക്ക് അയാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന നേട്ടമാണ് വലിയ നേട്ടം. ആ നേട്ടം പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് ഖുർആനിൻ്റെ പരിഭാഷ നമുക്ക് കൊടുക്കാം. പക്ഷേ മുസ്ഹഫ് നിന്ദിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഖുർആൻ പഠിക്കാനൊന്നും താല്പര്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ, ചില നമ്മുടെ സഹോദരന്മാർ തന്നെ ഏത് മുസ്ലിം കണ്ടാലും ഖുർആൻ പരിഭാഷ കൊടുക്കുന്നവർ, അത് ശരിക്കും ആ ഒരു സമ്പ്രദായം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഖുർആന് കൈമാറെന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ വചനമാണ് കൈമാറുന്നത്? അള്ളാഹുവിൻ്റെ വചനമാണ്. അപ്പം അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും ആത്മാർത്ഥമായി പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മൾ കൊടുക്കല്ലാതെ അതൊരു തുറന്ന വാതിലല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിആയ ഇൽമ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉംറയിലേക്ക് ഉദ്ദേശിച്ചു വന്ന ഉംറക്കാരുടെ ഉംറ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്രൂറുമായി ഉംറയായി അള്ളാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.